സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധാകർ മംഗളോദി എഴുതിയ നോവൽ സുമംഗലി തുടരുന്നു. അധ്യായം 10. ഞാൻ പാപിയാണ്. എൻ്റെ പാപത്തിനുള്ള ശിക്ഷയിൽ നിന്ന് ഞാൻ ഒരിക്കലും വിടുതൽ ചോദിക്കുന്നില്ല. എന്നാലും എന്നോടിങ്ങനെ പറയല്ലേ. ഗോവിന്ദ് നിൻ്റെ മകനാണ്. അവൻ എപ്പോഴും നിൻ്റെ ഒപ്പം ഉണ്ടാവും. പക്ഷേ ഗൗരി, നീ എന്നെ ഉപേക്ഷിക്കരുത്. നന്ദൻ്റെ കണ്ണിൽ നിന്ന് തുള്ളികൾ ചാടി. വിതുമ്പിക്കോടിയ ചുണ്ടുകൾ അവൻ കടിച്ചമർത്തി. ഒരിക്കൽ നന്ദനെ നോക്കാതെ മുഖം തിരിച്ചു നിന്ന് ഗൗരി തുടർന്നു. നന്ദേട്ടൻ എന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ നൊയമ്പുകൾ നോറ്റവളാണ് ഞാൻ. ദൈവത്തിൻ്റെ ശിലകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള സകലയിടങ്ങളിലും വഴിപാടുകൾ കഴിച്ചവളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നന്ദേട്ടനോട് അപേക്ഷിക്കുന്നു, എന്നെ ഉപേക്ഷിച്ചേക്കൂ. നന്ദേട്ടനെ ഞാൻ ഉപേക്ഷിച്ചു എന്ന പരാതി ഉണ്ടാവില്ലല്ലോ. എന്നാലും ഇനി നമ്മൾ ഒന്നിച്ചുണ്ടാവില്ല. ഇനി നമ്മൾ പരസ്പരം കാണില്ല. നന്ദേട്ടൻ്റെ നിഴൽ വീഴുന്നിടത്ത് പോലും ഞാനുണ്ടാവില്ല. ഗൗരിയുടെ കൈ കവരാനായി നന്ദൻ എടുത്തു. എന്നാൽ ആ മുഖത്തെ കനഭാവം അവനെ തടഞ്ഞു. നന്ദൻ നിസ്സഹായനായി നിന്നു. എന്നുവെച്ച് നന്ദേട്ടനോട് എനിക്ക് ഒരു പിണക്കവുമില്ല, ദേഷ്യവുമില്ല, പകയുമില്ല. സ്നേഹമുണ്ട് താനും. നന്ദേട്ടൻ എന്നും എൻ്റെ ഹൃദയത്തിലുണ്ടാവും. പക്ഷേ ഇനിമേൽ ഞാൻ നന്ദഗോപൻ IASൻ്റെ ഭാര്യയായിരിക്കില്ല. പുനർവിവാഹത്തിനും എനിക്ക് ഉദ്ദേശമില്ല. എന്നാൽ നന്ദേട്ടന് എപ്പോൾ അങ്ങനെ ഒരാവശ്യം വരുന്നോ അപ്പോൾ ഞാൻ എവിടെല്ലാം വേണമെങ്കിലും ഒപ്പിട്ട് തരാം. ഇക്കുറി ഗൗരിയുടെ കണ്ഠം ഇടറി. ഗദ്ഗതം തടഞ്ഞ് വാക്കുകൾ നിലച്ചു. നന്ദൻ ശബ്ദിച്ചതേയില്ല. എനിക്ക് വേണ്ടിയാണ് എൻ്റെ ചന്തൂട്ടൻ നന്ദേട്ടൻ്റെ അനുജത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. എൻ്റെ താലി സംരക്ഷിക്കാനായിട്ട് എൻ്റെ കൂടപ്പിറപ്പിൻ്റെ ശവത്തിൽ ചവിട്ടി നിന്ന് എനിക്ക് നന്ദേട്ടനൊപ്പം ജീവിക്കണ്ട. എൻ്റെ ചന്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ദാമ്പത്യം വലിച്ചെറിയുക. അവൻ്റെ സ്നേഹത്തിന് പകരമായി എനിക്ക് അത്രയെങ്കിലും കഴിയണം. ഇല്ലെങ്കിൽ പാപബോധം കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. സങ്കടമല്ല എൻ്റെ നെഞ്ചിനുള്ളിൽ, പാപബോധമാണ്. അതിനുള്ള പ്രായശ്ചിത്തമായാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. നമ്മുടെ വിവാഹത്തിൻ്റെ 4ാം രാവിന് മുമ്പ് ഞാനിത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചന്തുവിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. മകനെയും ചേർത്ത് പിടിച്ച് ഗൗരി പുറത്തേക്ക് നടന്നു. ഒരു ദയ എന്നോട് കാണിച്ചുകൂടെ? പുറകെ ചെന്നുകൊണ്ട് നന്ദൻ യാചിച്ചു. ഞാൻ കൊണ്ടുപോയി ആക്കാം. അവസാനമായി നമ്മൾ ഒരുമിച്ചൊരു യാത്ര. വേണ്ട. നടന്നുകൊണ്ട് തന്നെയായിരുന്നു ഗൗരിയുടെ മറുപടി. എനിക്ക് തനിച്ചു പോകണം. ഞാനും എൻ്റെ മോനും തനിച്ച്. പൊടുന്നനെ ഗൗരിക്ക് കരച്ചിൽ വന്നു. വഴിയരികിൽ ബസ് കാത്തു നിന്ന്. നാട്ടിലെ കവലയിൽ ബസ് ഇറങ്ങി നടന്ന്. എനിക്കിനി ഭർത്താവില്ലെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ. നന്ദേട്ടൻ കല്ലുവിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അവൾക്കിനി നന്ദേട്ടനേയുള്ളൂ. അവൾക്ക് വേണ്ടിയാണ് നന്ദേട്ടൻ ജീവിച്ചത്, വിവാഹം കഴിച്ചത്. ഇനിയുള്ള നന്ദേട്ടൻ്റെ ജീവിതവും അവൾക്ക് വേണ്ടിയാവട്ടെ. പാവം അമ്മുമോൾക്കും ഇനി അമ്മാമ്മ മാത്രമേയുള്ളൂ. ഗൗരി ഒതുക്കുകൾ ഇറങ്ങി. ഗൗരി ബസ് കയറുന്നിടം വരെയെങ്കിലും ഞാൻ തുണ വരാം. നിയന്ത്രണം വിട്ട നന്ദൻ വിങ്ങിപ്പൊട്ടി. അത്രയും നേരമെങ്കിലും നമ്മൾ ഒന്നിച്ച്, നമ്മുടെ മോനോടൊന്നിച്ച്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായെങ്കിലും നമ്മൾ കുറച്ച് മാത്രമാണ് ഒരുമിച്ച് കഴിഞ്ഞത്. ഒരു നല്ല ഉദ്യോഗസ്ഥനും നല്ല ഏട്ടനുമാകാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു നല്ല ഭർത്താവാകാനും നല്ല അച്ഛനാകാനും എനിക്ക് നേരം പോലും കിട്ടിയില്ല. നമ്മൾ ഒന്നിച്ച് കൊതി തീർന്നിട്ടില്ല. മതി. തടിയും പോലെ ഗൗരി നന്ദനെ നോക്കി. നന്ദേട്ടൻ എന്തിനാ എന്നെ കരയിക്കാൻ നോക്കുന്നത്? എനിക്കിനി കരയാൻ കണ്ണീരില്ല. പെരുവഴിയിൽ വെച്ച് നമുക്ക് യാത്ര പറയുകയും വേണ്ട. ഈ പഠിക്കൽ വെച്ച് നമുക്ക് പിരിയാൻ നന്ദേട്ട. ഒന്നിച്ച് ജീവിച്ച കാലത്തെ നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് ഓർത്ത് സന്തോഷിക്കാം. ഇനി പിരിയുകയാണെങ്കിലും ഗൗരി, ഞാനുണ്ടാക്കുന്നതിന് എല്ലാ അവകാശം നീയും മോനുമായിരിക്കും. എന്താവശ്യം വന്നാലും. ആ വാചകം പൂർത്തിയാക്കാൻ നന്ദനെ ഗൗരി അനുവദിച്ചില്ല. എനിക്കൊന്നും വേണ്ട നന്ദേട്ട. വേണ്ടത് ഞാൻ എടുത്തു. നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോഗ്രാഫ്. പിന്നെ കഴുത്തിൽ ഈ താലി. മരണം വരെ ഇതെന്നോടൊന്നിച്ചുണ്ടാവും. പിന്നെ മോൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിന് എൻ്റെ അനുവാദം വേണ്ട. ഞാനത് അറിയുകയും വേണ്ട. നമ്മൾ പരസ്പരം കാണാൻ ഇടവരുതെന്ന് മാത്രം. മോനെ കാണണമെങ്കിൽ ആരെയെങ്കിലും അയച്ചാൽ മതി. ഞാൻ കൂടെ വിടാം. എന്നാൽ ആ ആവശ്യം പറഞ്ഞായാൽ പോലും നന്ദേട്ടൻ ഞങ്ങളുടെ വീട്ടുപിടിക്കൽ പോലും എത്താൻ പാടില്ല. ഞാൻ ആത്മഹത്യ ചെയ്യരുതെന്നുണ്ടെങ്കിൽ. നന്ദഗോപൻ്റെ മുഖത്ത് ഭീതി പ്രകടമായി. ഇല്ല ഇല്ല എന്ന ചുണ്ടുകൾ വിറച്ചു. ശബ്ദം പുറത്തു വന്നില്ലെന്ന് മാത്രം. ഇനി ഞാൻ പോട്ടെ. ഗൗരി നന്ദനെ നോക്കി. വിതുമ്പുന്ന ചുണ്ടുകൾ കടിച്ചമർത്തി നന്ദൻ തലയാട്ടി. ഗൗരി മകനെയും കൊണ്ട് തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് നന്ദൻ അപേക്ഷിച്ചു, എൻ്റെ മോനൊരുമ്മ. ഗൗരി നിന്നു. ഗോവിന്ദനെ നന്ദൻ്റെ അരികിലേക്ക് നടത്തി. ചെല്ല്, അച്ഛന് ചക്കരി ഉമ്മ കൊടുക്ക്. നന്ദൻ മകനെ ചേർത്ത് പിടിച്ച് മുഖത്തും നെറുകയിലും കൈത്തണ്ടയിലും തുരുതുരെ ഉമ്മ വെച്ചു. അമ്മയെ കാണാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഇനി ഒരുപക്ഷെ നിന്നെയും കണ്ടില്ലെന്ന് വരാം. നന്ദൻ മകനോട് ചിണുങ്ങി. എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണം. ഗോവിന്ദൻ ചിണുങ്ങി. വേണ്ട. നന്ദൻ അവൻ്റെ വായ് പൊത്തി. മോൻ അമ്മയുടെ കൂടെ മതി. അമ്മയ്ക്ക് നിന്നെ മാത്രം മതി. മകനെ തന്നിൽ നിന്ന് അടർത്തി ഗൗരിയുടെ നേർക്ക് ഉന്തി വിട്ടു നന്ദൻ. അച്ഛൻ മരിച്ചു എന്നറിയുമ്പോൾ വന്നാൽ മതി ഇനി അച്ഛൻ്റെ ബലിയിടാൻ. നന്ദേട്ട. ഗൗരി ദീനമായി നന്ദനെ നോക്കി. ഇല്ല. നന്ദൻ്റെ മുഖത്ത് ദാർഢ്യം വന്നു. കണ്ണീരില്ലാത്തവരെ പോലെ
കണ്ണീരില്ലാത്തവരെ കരയിക്കാനൊന്നും പറഞ്ഞതല്ല ഞാൻ. പൊയ്ക്കോ, ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയ ചീത്ത സ്ത്രീ എന്ന പേര് തനിക്ക് വേണ്ട, ഞാൻ തന്നെ ഉപേക്ഷിക്കുകയാണ്. ദുഷ്ടരെന്ന പേര് എനിക്ക് തന്നെ ആയിക്കോട്ടെ. ഗൗരിയെയും മകനെയും പിടിച്ച് ഗേറ്റിന് വെളിയിൽ ഇറക്കി നന്ദൻ ഗേറ്റ് അടച്ചു. രാമായണത്തിന് ശേഷം ഒരു രാമൻ കൂടി ഉണ്ടായെന്ന് ആളുകൾ പറഞ്ഞോട്ടെ. പൊയ്ക്കോ പൊയ്ക്കോ, നമ്മളിനി കാണണ്ട. അച്ഛാ, ഗോവിന്ദൻ ഗേറ്റിന് വെളിയിൽ നിന്ന് നന്ദനെ നോക്കി കരഞ്ഞു. അത് കാണാത്ത മട്ടിൽ നന്ദൻ തിരിഞ്ഞകത്തേക്ക് നടന്നു. തിടുക്കത്തിൽ മകനെ ചേർത്ത് പിടിച്ച് ഗൗരി കണ്ണീരിൽ ആ പോക്ക് നോക്കി നിന്നു. ഒരിക്കൽ പോലും നന്ദഗോപൻ തിരിഞ്ഞു നോക്കിയില്ല. ഹൃദയം മുറിഞ്ഞ് ചോരിയൊഴുകുന്നത് അവൻ അറിഞ്ഞിരുന്നു. ജീവന്റെ ഭാഗമായ ഭാര്യയെയും മകനെയുമാണ് ഗേറ്റിന് വെളിയിലാക്കിയത്. ഇപ്പോൾ ഗൗരിക്ക് അതാണ് ആശ്വാസം. ഭർതൃഗ്രഹം വീട്ട് സ്വയം ഇറങ്ങിപ്പോയ ഭാര്യ എന്ന കുറ്റമാത്രം അവളുടെ പേരിൽ ഉണ്ടാവണ്ട. ഭാര്യ ഉപേക്ഷിച്ച നികൃഷ്ടനുള്ള ശിക്ഷ ഞാൻ തനിയെ ഏറ്റെടുക്കുകയാണ്. നാളെ ഗോവിന്ദനും അച്ഛനെ ഓർക്കാനുള്ള ചിത്രം ഇതായിരിക്കും. തന്നെയെയും അമ്മയെയും വെളിയിലാക്കി ഗേറ്റ് അടച്ച ദുഷ്ടൻ. അച്ഛനെ അവൻ വെറുക്കട്ടെ, താൻ അർഹിക്കുന്നത് അതുമാത്രമാണ്. ഗൗരിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ ഇനി ആരും മനസ്സിലാക്കേണ്ടതില്ല. ചന്തുവിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായവൻ എന്ന നിന്ന ആ ടെലിഫോൺ സന്ദേശം ലഭിച്ചപ്പോൾ തൊട്ടേ ഉള്ളിലുണ്ട്. ആരും ആരോപിച്ചില്ലെങ്കിലും ചന്തുവിൻ്റെ ഘാതകൻ എന്ന പഴി സ്വയം ചുമക്കാൻ സന്നദ്ധനായിരുന്നു. എന്നാൽ ഗൗരി ഒരാളെങ്കിലും തന്നെ പഴിക്കാതിരുന്നെങ്കിൽ ആ വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് കൊതിക്കുന്നതായിരുന്നു. പക്ഷേ നേരിട്ട ആദ്യ മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കണ്ണുകളിൽ ആ പകയുണ്ടായിരുന്നു. വാക്കുകളായി പറഞ്ഞില്ലെങ്കിലും ഗൗരി തന്നെ ഉപേക്ഷിച്ചതിൻ്റെ കാരണം അതുമാത്രമാണ്. അവളുടെ സഹോദരൻ്റെ ഘാതകനോട് അവൾക്ക് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. ബസ് കയറ്റി വിടാൻ വഴിയോരം വരെയെങ്കിലും തുണ ചെല്ലാൻ അവൾ സമ്മതിക്കാതിരുന്നത് അതുകൊണ്ടാണ്. അവളും മകനും തനിച്ച് ഇന്നേ ദിവസം പാതവക്കിൽ ബസ് കാത്തു നിൽക്കുന്നത് തന്നെ അറിയുന്ന എത്രയോ പേർ കാണേണ്ടി വരും. നന്ദഗോപൻ IASനെ കുറിച്ച് അവർക്കുണ്ടാകുന്ന ധാരണ എന്തായിരിക്കും? ഈ വീട്ടുമുറ്റത്ത് തൻ്റെ കാർ കിടക്കുന്നുണ്ട്. എന്നിട്ടും സഹോദരൻ്റെ മരണമറിഞ്ഞ് തൻ്റെ ഭാര്യ കുട്ടിയെയും എടുത്ത് താനേ ബസ് കാത്തു നിൽക്കേണ്ടി വരിക. ഇല്ല, ആരും എന്തും വിചാരിച്ചു കൊള്ളട്ടെ, തൻ്റെ ജീവൻ്റെ ഭാഗമായവൾ വിചാരിച്ചതിലും വലുതൊന്നുമല്ലല്ലോ അതൊന്നും. ഇനി എന്തെല്ലാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു നന്ദഗോപൻ. ഇനി ശിക്ഷയുടെ കാലമാണ്. നന്ദൻ പ്രധാന മുറിയിലേക്ക് കാലെടുത്ത് വെച്ചതും നിലത്തെ കോസടിയിൽ കിടന്നിരുന്ന ചെറിയമ്മ മുഖമുയർത്തി നോക്കി. അതേ മുറിയിൽ തന്നെയായിരുന്നു കല്യാണി കിടന്നിരുന്നതും. അപ്പോൾ നീ പോയില്ലേ നന്ദ? ചെറിയമ്മ അത്ഭുതത്തിൽ ചോദിച്ചു. ഇല്ല എന്ന് നന്ദൻ മുഖമിളക്കി. എങ്കിൽ പിന്നെ ഗൗരിയും ഗോവിന്ദനും ആരുടെ കൂടെയാണ് പോയത്? തനിച്ചോ? ചെറിയമ്മ എഴുന്നേറ്റിരുന്നു. എൻ്റെ ഈശ്വര, അവരെ തനിച്ചയച്ചോ? ആരാണ് കാർ ഓടിക്കണത്? കാറിലല്ല പോയത്, പിന്നെ ബസ്സിൽ. വഴിയരികിൽ കാത്തു നിന്ന് ബസ്സിൽ കയറി പൊക്കോളാമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഗൗരിയോ? എന്നിട്ട് നീ സമ്മതിച്ചു കൊടുത്തോ? സമ്മതിക്കേണ്ടി വന്നു. നീയും ഗൗരിയും കൂടി എന്തൊക്കെയോ ശബ്ദം താഴ്ത്തി പറയണത് കേട്ടു. പോകും മുമ്പ് വന്ന് പറയുമെന്ന് ഞാനും നിരീക്ഷിച്ചു. കാണാഞ്ഞപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടാവുമെന്ന് കരുതി. ഗൗരി പറഞ്ഞാലും അവളെയും കുട്ടിയെയും തനിച്ചയക്കാൻ പാടില്ലായിരുന്നു, അതും ബസ്സിൽ. ഒരു മരണവീട്ടിലേക്കല്ലേ കുട്ടിയുമായി അവൾ താനേ ചെന്ന് കയറേണ്ടത്? അത് കാണുന്നവർ എന്ത് വിചാരിക്കും നിന്നെപ്പറ്റി? എന്തും വിചാരിക്കട്ടെ, മറ്റു നിവൃത്തിയില്ലല്ലോ. കല്യാണി വയ്യാതെ കിടക്കുന്നത് കൊണ്ടാവും താനേ പൊയ്ക്കളാമെന്ന് ഗൗരി പറഞ്ഞത്. എന്നാലും അവളെ തനിച്ചയക്കാൻ പാടില്ലായിരുന്നു. കല്യാണിയുടെ അടുത്ത് ഞാനുണ്ടല്ലോ. ബോധം വീണാൽ അവളെയും അവിടേക്ക് എത്തിക്കേണ്ടതല്ലേ? കല്യാണി വയ്യാതെ കിടക്കുന്നത് കൊണ്ടല്ല ഗൗരി തനിയെ പോയത്. പിന്നെ ചെറിയമ്മയ്ക്ക് അമ്പരപ്പ്. അവൾ എന്നേക്കുമായി പടിയിറങ്ങി പോയതാണ്. നന്ദൻ്റെ ശബ്ദം പതറി. നന്ദ, ചെറിയമ്മ കണ്ണും വിളിച്ചു. എന്താ മോനെ നീ പറയണത്? ഇപ്പോഴേ ഒന്നും പറയേണ്ട എന്ന് കരുതിയതാണ്. പക്ഷേ എന്നായാലും ചെറിയമ്മ അറിയുമല്ലോ. എന്നാലും എന്തിനാ കുട്ടി അവൾ? ചെറിയമ്മയ്ക്ക് അറിയില്ലേ? ഞാനല്ലേ അവളുടെ അനിയനെ? നന്ദൻ വാചകം പൂർത്തിയാക്കിയില്ല. ചെറിയമ്മയുടെ കണ്ണുകളിൽ വിങ്ങൽ. എൻ്റെ മോനെ, എന്താ ഞാൻ കേൾക്കണത്? ചന്തുവിൻ്റേത് ആക്സിഡൻ്റ് ആയിരുന്നില്ലേ? നിറയെ തടിയും കയറ്റി വന്ന ഒരു ലോറിയുടെ നേർക്ക് അവൻ ബൈക്ക് ഓടിച്ച് കയറ്റിയതാണ്. ദൃക്സാക്ഷികളുണ്ട്. കൂടാതെ ആക്സിഡൻറ്റിൻ്റെ പൊസിഷനും അത് തെളിയിക്കുന്നു. ഇവിടുന്ന് അവൻ പിണങ്ങി ഇറങ്ങി പോയിട്ട് അരമണിക്കൂർ പോലും കഴിയുമ്പോഴാണ്. ഈശ്വരാ ഈശ്വരാ! ചെറിയമ്മ ശിരസിൽ തുടരെ തല്ലി. സാരമല്ല ചെറിയമ്മേ. നന്ദൻ അരികിലെത്തിയ ചുമലിൽ തഴുകി. എല്ലാം വിധിയാണ്. പിന്നെ മുകളിലെ മുറിയിലേക്ക് നടന്നു. അകത്ത് കടന്നത് നന്ദന് വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. ഗൗരിയോടൊത്ത് കഴിഞ്ഞ മുറി. ഓരോ ഉപകരണവും ഗൗരി ഒതുക്കിയിട്ടതാണ്. റാക്കുകളിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതും ഷെൽഫുകളിൽ ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്നതും അവളാണ്. ഓരോന്ന് എവിടെയെന്ന് അവൾക്കേ അറിയൂ. അക്കാര്യം മണ്ണപ്പാടമാണ് താനും. ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നിർത്തി ആവശ്യപ്പെട്ടാലും എന്ത് സാധനവും നൊടിയിടയിൽ അവൾ എടുത്തു തരും. തൻ്റെ എല്ലാ ചിട്ടകളും പെട്ടെന്നുണ്ടാകുന്ന രുചിഭേദങ്ങൾ പോലും അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. ശുചിത്വത്തിൻ്റെ കാര്യത്തിലാണ് അവൾ ഏറ്റവും നിഷ്കർഷ. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അപ്പോൾ അലക്കി തേച്ച് വാർഡ്രോബിൽ വെച്ചിരിക്കും.
ആവശ്യമില്ലാത്ത കടലാസുകൾ സ്റ്റോറിലോ ചവറ്റുകൊട്ടയിലോ ആയിരിക്കും. ക്ഷീണിച്ച് തളർന്ന് വീട്ടിലെത്തിയാലും കുളി കഴിയാതെ വിശ്രമിക്കാൻ സമ്മതിക്കില്ല. തൻ്റെ ജീവിതത്തിലെ അടുക്കിനും ചിട്ടയ്ക്കും പിന്നിൽ പ്രധാനമായും ഗൗരിയായിരുന്നു. ഉറക്കം ഉണരേണ്ട സമയത്ത് ഐസ് വെള്ളത്തിൽ പഞ്ഞി മുക്കി കൺപോളകളിൽ തുടച്ചിട്ടാണെങ്കിലും അവൾ ഉണർത്തിയിരിക്കും. വീട്ടിലുള്ളപ്പോൾ ഉറങ്ങാനും അവൾ സമയം വെച്ചിരുന്നു. ആദർശ ഭാര്യയായിരുന്നു ഗൗരി. പക്ഷെ ദയില്ലാത്തവളായി പോയി അവൾ. ഇറ്റു ദയ്ക്ക് വേണ്ടി താൻ കാൽ പിടിച്ചുവല്ലോ. കോളിപ്പടിയിൽ പാദപതന ശബ്ദം കേട്ട് നന്ദൻ തിരിഞ്ഞു നോക്കി. മുറിയിലേക്ക് തണുത്ത കാറ്റുപോലെ ചെറിയമ്മ കയറി വന്നു. എന്തേ ചെറിയമ്മേ, നീ ഇവിടെ വന്ന് തനിച്ചിരിക്കുന്നത് ഓർത്തപ്പോൾ എന്തോ ഒരു പേടി. ഞാനും വല്ല കടുങ്കയും കാട്ടുമെന്നാണോ? ഇല്ല ചെറിയമ്മേ, നന്ദൻ വിഷാദത്തിൽ ചിരിച്ചു. ചെറിയമ്മയെ എടുത്തോണ്ട് പോയി തെക്കേ പട്ടടയിൽ വെക്കാൻ ഞാനല്ലേ ഉള്ളൂ. പിന്നെ കല്യാണിയുടെയും കുഞ്ഞിൻ്റെ കാര്യം അതൊന്നും ഞാൻ മറന്നോടല്ലോ. എന്നാലും എൻ്റെ കുട്ടി, ചെറിയമ്മ എങ്ങനെ അടിച്ചു. ഞാൻ വളർത്തിയ കുട്ടികളുടെ ഒരു വിധി. എന്നെപ്പോലെ തന്നെ പുറമ്പോക്കിൽ താമസിക്കുന്നത് പോലുള്ള അവസ്ഥ. എല്ലാറ്റിനും പരിഹാരമായി ഒരു മാറ്റക്കല്യാണം നടത്തി. എന്നിട്ടിപ്പോൾ ഇതിൽ ഭേദം ഇതൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നെന്ന് തോന്നുകയാണ്. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ചെറിയമ്മേ. എന്നാലും ചെറിയമ്മ, ഗൗരിയുടെ വീട്ടിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛൻ്റെയും അമ്മയുടെയും മകളുടെയും അവസ്ഥ. അതിനൊക്കെ കാരണം നമ്മളല്ലേ. നമ്മളെന്ന് പറഞ്ഞുകൂടാ. ഞാൻ നന്ദഗോപൻ IAS. അവൻ ചിരിച്ചു. മോനെ, നന്ദനെ നോക്കി ചെറിയമ്മ കരഞ്ഞു. ഒരു ജില്ലയുടെ ചുമതലകൾ വഹിക്കുന്ന കാര്യത്തിൽ അതിസമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന ഖ്യാതി നേടി. എന്നാൽ സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്തുന്ന കാര്യത്തിലോ? ജീവിതം ഇല്ലാതായില്ലേ ചെറിയമ്മേ. എൻ്റെ മക്കളെ. നന്ദൻ്റെ അരികിലെത്തി ആ ശിരസ്സെടുത്ത് സ്വയം ചുമലിലേക്ക് ചാച്ചു വെച്ചു. നീ കുറച്ചു നേരം കരഞ്ഞോളൂ. ഉള്ളിലെ ഭാരമൊന്ന് കുറയട്ടെ. പെട്ടെന്നാണ് താഴെ നിന്ന് വെള്ളമ്മയുടെ ഉച്ചത്തിലുള്ള വിളി കേൾക്കായത്. സാറേ, അമ്മച്ചി, ഒന്നിങ്ങോട്ട് വായോ, ഒന്നിങ്ങോട്ട് വായോ. ചെറിയമ്മയെ പിന്നിലാക്കി നന്ദനാണ് ആദ്യം കോണിപ്പടി ഇറങ്ങിയത്. കല്യാണി കിടന്നിരുന്ന മുറിയിൽ നിന്നാണ് നിലവിളി. നന്ദൻ ചെല്ലുമ്പോൾ കല്യാണി ഉണർന്നെണീറ്റ് കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. അവളുടെ നോട്ടം എങ്ങും തങ്ങുന്നില്ല. നന്ദൻ അരികിലെത്തിയിട്ടും കണ്ട ഭാവമില്ല കല്യാണിയിൽ. സുബോധമില്ലാത്ത അവസ്ഥ പോലെ. ഞാൻ നോക്കുമ്പോൾ കല്ലുമോൾ എഴുന്നേറ്റിരിക്കുക. വെള്ളമ്മ കിതപ്പോടെ പറഞ്ഞു. കണ്ണ് കണ്ടപ്പോൾ വല്ലാത്ത എന്തോ പോലെ. ഇടയ്ക്കിടെ ചടപടാന്ന് അടയ്ക്കണു. വിളിച്ചിട്ട് മിണ്ടാട്ടോ ഇല്ല. ഞാനങ്ങ് പേടിച്ചുട്ടോ. കല്ലു, നന്ദൻ വിളിച്ചു. അവളുടെ ചുമരിൽ കൈവച്ചു. മോളെ. ഇപ്പോഴും നന്ദനെ കണ്ട ഭാവമില്ല, വിളി കേട്ട ഭാവവും. ചെറിയമ്മയും നിലവിളിച്ചു. എനിക്കറിയില്ല എൻ്റെ അമ്മച്ചിയമ്മോ. വെള്ളമ്മ തലയിൽ കൈവച്ചു. മോനെ, ഡോക്ടറെ വിളിക്കണോടാ. ചെറിയമ്മ നന്ദനെ നോക്കി. കല്ലു, മോളെ. നന്ദൻ കല്യാണിയെ കുലുക്കി വിളിച്ചു. അവളിൽ യാതൊരു മാറ്റവുമില്ല. ഓർമ്മ നഷ്ടപ്പെട്ടതുപോലെ കണ്ണുകൾ അങ്ങിങ്ങ് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ എങ്ങും അത് ഉറയ്ക്കുന്നില്ല. ആരെയും അവൾ കാണുന്നില്ല. ഒരു ശബ്ദവും അവൾ കേൾക്കുന്നില്ല. നന്ദൻ്റെ നെഞ്ചു പൊടിഞ്ഞു. ഒരു മണ്ടി പെണ്ണ അവൾ. എടുത്തുചാട്ടക്കാരിയും പുറമേ ഒരു സൂക്കേടും. മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നിയന്ത്രണം വിട്ടവൾ ബഹളം വയ്ക്കുമല്ലോ എന്നായിരുന്നു ഭയം. എന്നാൽ ഇതിപ്പോൾ നന്ദൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. ഒട്ടും വൈകാതെ ഡോക്ടർ എത്തി കല്യാണിയെ പരിശോധിച്ചു. ഫിസിക്കലി നോർമൽ, ഡോക്ടർ അറിയിച്ചു. അല്പം ടെമ്പറേച്ചർ ഉണ്ടെന്നേ ഉള്ളൂ. സംഗതി മെൻ്റലാവാനാണ് സാധ്യത. ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷന് ശേഷമേ തീരുമാനമെടുക്കാൻ പറ്റൂ. മനോരോഗ ചികിത്സക്കാരോട് ആരോടെങ്കിലും ഉപദേശം തേടുന്നതും കൊള്ളാം. നന്ദന് മനോരോഗ ചികിത്സക്കാരനായ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഉടൻ കല്യാണിയെ കൊണ്ട് അവിടേക്ക് പുറപ്പെടാൻ ഒരുങ്ങി അവൻ. ഗൗരിയുടെ വീട് വരെ ഒന്ന് പോകണ്ടേ മോനെ? ചെറിയമ്മ ചോദിച്ചു. എല്ലാറ്റിനും കടപ്പെട്ടവൻ നീയല്ലേയുള്ളൂ. ഗൗരിയാണെങ്കിൽ തനിച്ചാണ് ഇവിടുന്ന് പോയതും. അവൾ അവിടെ എത്തുമ്പോഴെങ്കിലും നീ ചെന്നില്ലെങ്കിൽ? ഗൗരി ആത്മഹത്യ ചെയ്യരുതെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടുപടിക്കൽ പോലും ചെല്ലരുതെന്നാണ് നിബന്ധന വെച്ചിരിക്കുന്നത്. കല്യാണി അല്ലല്ലോ ഗൗരി. സ്വന്തം തീരുമാനവും വാക്കിന് ഉറപ്പുമുള്ളവളാണ്. പിന്നെ എങ്ങനെ ഞാനവിടെ ചെല്ലും ചെറിയമ്മേ? എങ്കിൽ കല്യാണിയെങ്കിലും അവിടെ എത്തിക്കണ്ടേ? അവസാനമായി അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ മുഖമൊന്ന് കാണണ്ടേ? അല്ലെങ്കിൽ പിന്നീട് അതൊരു തീരാദുഃഖമാവില്ലേ മോനെ? ഉണർന്നാലുടൻ അവളെ ചെറിയമ്മയോടൊപ്പം കാറിൽ അയക്കണമെന്ന തീരുമാനിച്ചിരുന്നത്. ബഹളം വച്ചാലും അവിടെ ആളുണ്ടല്ലോ. എന്നാൽ ഈ അവസ്ഥയിൽ അവളെ കൊണ്ടുപോയിട്ട് എന്താ? അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ മുഖം കാണാൻ പറ്റുമോ? നമ്മളെപ്പോലും അവൾ കാണുന്നില്ലല്ലോ. അവൾക്കിപ്പോൾ അത്യാവശ്യം ചികിത്സയല്ലേ. വൈകിയാൽ പ്രശ്നം അധികരിച്ചാലോ? എന്നാലും ഇവിടുന്ന് ആരും ചെല്ലാതിരുന്നാൽ അവരെന്താ വിചാരിക്കുക? ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ആ വിചാരമൊക്കെ മാറും ചെറിയമ്മേ. മനോരോഗ ചികിത്സകൻ അവളെ വിശദമായി പഠിച്ചു. കുറച്ച് ദിവസം ഇവിടെ തങ്ങിക്കൂടെ? അദ്ദേഹം തിരക്കി. വേണ്ടപ്പോഴൊക്കെ ഞാൻ കൊണ്ടുവരാം. അതുപോലെ നന്ദൻ തിരക്കി. പേഷ്യൻ്റ് ഇവിടെ ഉണ്ടായിരുന്നാൽ അതായിരുന്നു കുറച്ചുകൂടി എളുപ്പം. ഇവിടെ എൻ്റെ വീട്ടിൽ താമസിക്കാം. പ്രശ്നം വിശദമായി എനിക്ക് പഠിക്കാനും പറ്റും. ഒടുവിൽ നന്ദൻ സമ്മതിച്ചു. ചെറിയമ്മയെയും അമ്മൂനെയും കല്യാണിയുടെ അടുത്ത് എത്തിച്ചു. തിരികെ തനിച്ച് വീട്ടിലേക്ക് പോകാനുള്ള വിഷമം കൊണ്ട് അടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ നന്ദനും കൂടി.
ബസ്സിറങ്ങി ചെമ്മൺപാതയിലൂടെ മകനെയും എടുത്തുകൊണ്ട് നടന്നാണ് ഗൗരി വീടിൻ്റെ ഗേറ്റിലെത്തിയത്. കിഴക്കിയതിലെ വയസ്സൻ മാവിൽ കോടാരി പതിക്കുന്ന ശബ്ദം അവളുടെ കാതിൽ വീണു. അതോടെ ഗൗരിയുടെ സർവ്വ നിയന്ത്രണവും തകർന്നു. എൻ്റെ പൊന്നുമോനെ എന്ന കരച്ചിലോടെ അവൾ അകത്തേക്ക് ഓടി. കുഞ്ഞുമായി ഗൗരി തനിയെ എത്തിയത് മരണവീട്ടിലുണ്ടായിരുന്നവരെ എല്ലാം അമ്പരപ്പിച്ചു. നന്ദഗോപൻ സ്ഥലത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആശുപത്രിയിൽ വെച്ച് പലരും അവനെ കണ്ടതാണ്. എന്നിട്ടും ഗൗരിയെയും മകനെയും അവൻ തനിയെ അയച്ചത് ഈ വീടിൻ്റെ ഇനിയത്തെ രക്ഷകൻ നന്ദഗോപനാണല്ലോ. എല്ലാ കാര്യങ്ങൾക്കും ഒരുപക്ഷെ പുറകെ എത്തുമായിരിക്കും, ആളുകൾ ഊഹിച്ചു. ഗൗരിയെയും കുട്ടിയെയും കണ്ടതോടെ ബന്ധുക്കളായ സ്ത്രീകളിൽ ചിലർ ഓടിയെത്തി. അവളിൽ നിന്നും കുട്ടിയെ വാങ്ങി. എൻ്റെ പൊന്നുമോനെ എന്ന് കരഞ്ഞുകൊണ്ട് മൂടിക്കെട്ടിയ മൃതദേഹത്തിനടുത്തേക്ക് അവൾ പാഞ്ഞപ്പോൾ ഒപ്പമുള്ള സ്ത്രീകളും കൂടെ ചെന്നു. എൻ്റെ മോനെ, ഓപ്പോൾക്ക് വേണ്ടിയാണല്ലോടാ നീ എന്ന് വിലപിച്ചുകൊണ്ട് ഗൗരി സഹോദരൻ്റെ ദേഹത്തേക്ക് ചായാനൊരുങ്ങിയപ്പോൾ സ്ത്രീകൾ അവളെ താങ്ങി. കണ്ടുനിന്നവരെ എല്ലാം ഗൗരിയുടെ സങ്കടം ഉലച്ചുവെങ്കിലും ആശ്വാസവാക്കുകളാണ് എല്ലാവരും ഉരുവിട്ടത്. എൻ്റെ കുട്ടി, നീയും ഇങ്ങനെ തുടങ്ങിയാലോ? പഠിച്ചവളല്ലേ നീ, എന്തു വന്നാലും താങ്ങേണ്ടവളല്ലേ? അച്ഛനും അമ്മയ്ക്കും ഇനി നീയല്ലേ ഉള്ളൂ, അവരെ ഒന്നുകൂടി തളർത്താൻ നോക്കാതെ. പക്ഷേ ഗൗരിക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. തനിക്ക് വേണ്ടിയാണ് തൻ്റെ പൊന്നനിയൻ. ഒരു കണക്കിന് അവനെ കൊന്നത് താനാണ്. ആദ്യ വിരുന്നിന് പോകുന്ന ദിവസം തന്നെ നന്ദേട്ടൻ്റെ വീടിനോട് വിട പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. താൻ സ്വാർത്ഥയായിപ്പോയി. സ്ത്രീയുടെ കേവലമായ സ്വാർത്ഥത, ഭർതൃഗ്രഹത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കാനുള്ള കൊതി. സ്ത്രീയായി ജനിക്കുന്നത് താലി അണിയാനാണെന്നും പുരുഷൻ്റെ ഒപ്പം ജീവിക്കാനുമാണെന്ന് വിശ്വസിച്ചു പോയതിൻ്റെ ശിക്ഷ. എല്ലാം ത്യജിച്ചിട്ടും സ്വന്തം കൂടപ്പുറപ്പിനെ കുരുതി കൊടുത്ത് ഒടുവിൽ ആ വീട്ടിൽ നിന്ന് താനെ ഇറങ്ങി പോരേണ്ടി വന്നു. ഗൗരി, അമ്മയ്ക്ക് ഇനിയും ബോധം വീണിട്ടില്ല, ഒരു സ്ത്രീ അറിയിച്ചു. നീ ഒന്ന് അങ്ങോട്ട് ചെല്ല്. അച്ഛനാണെങ്കിൽ മറ്റൊരു മൃതദേഹം പോലെ മരവിച്ചിരിക്കുകയാണ്. ഒരു സമാധാനം കിട്ടിയേക്കും. അമ്മയുടെയും അച്ഛൻ്റെയും അരികിൽ അച്ഛൻ്റെ സഹാധ്യാപകരും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ബന്ധുക്കളെക്കാൾ അച്ഛൻ സ്നേഹിച്ചിരുന്നതും ആശ്രയിച്ചിരുന്നതും സ്വന്തം സഹപ്രവർത്തകരെയും അയൽക്കാരെയുമായിരുന്നു. ചന്ദ്രൻ മാഷ് എല്ലാവർക്കും പ്രിയങ്കരനും ഉപകാരിയുമായിരുന്നു. മാഷിൻ്റെ ദുഃഖം സ്വന്തം ദുഃഖമായി മറ്റുള്ളവർ കണ്ടു. അച്ഛാ, എൻ്റെ പൊന്നച്ഛാ, ഗൗരി ഓടിച്ചെന്ന് അച്ഛൻ്റെ മാറിലേക്ക് വീണു. നമ്മുടെ എല്ലാം പോയല്ലോ അച്ഛാ, നമ്മളിനി എന്തിനാ അച്ഛാ ജീവിക്കുന്നത്? അച്ഛനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം സ്വന്തം സങ്കടം കൂടി ആ മടിയിലേക്ക് ചൊരുകിയായിരുന്നു ഗൗരി. എന്നും അങ്ങനെയായിരുന്നു അവൾ. അച്ഛൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരു ചെറിയ കുട്ടിയായി മാറും. എൻ്റെ മോളെ, ചന്ദ്രമാഷ് മകളുടെ ശിരസിൽ തഴുകി. മകൻ്റെ മൃതദേഹം വീട്ടിലെത്തിയ ശേഷം അദ്ദേഹം ആദ്യമായി ഒരു വാക്ക് ഉരിയാടുകയായിരുന്നു. മൃതദേഹം ചിതയിലേക്ക് എടുക്കാൻ നേരം പലരും വന്ന് ഗൗരിയോട് തിരക്കി. നന്ദഗോപം വരില്ലേ? ഗൗരിക്ക് അതിന് മറുപടിയില്ലായിരുന്നു. മരിച്ചയാൾ തീരെ ചെറുപ്പമായിരുന്നെങ്കിലും വിവാഹിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമായതുകൊണ്ടാണ് ദീപിക്കാൻ തന്നെ തീരുമാനിച്ചത്. അവസാന കാഴ്ച കാണാൻ ചന്തുവിൻ്റെ ഭാര്യയും എത്തില്ലേ? ആരോ അന്വേഷിച്ചു. കല്യാണി ബോധരഹിതയായി കിടക്കുകയാണെന്ന വിശദീകരണം ഉണ്ടായി. ബോധം തെളിയുമ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ചാലോ? വീണ്ടും ചോദ്യം. അതുവരെ മൃതദേഹം കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ? ഒരു ബന്ധു തർക്കിച്ചു. ആ കുട്ടി ആശുപത്രിയിലാണെന്നാണ് കേട്ടത്. നന്ദനും അക്കൂടെയാണത്രേ. സാഹചര്യം വ്യക്തമായതോടെ ചോദ്യങ്ങൾ അവസാനിച്ചു. കൂട്ട നിലവിളിയിൽ മൃതദേഹം പട്ടടയിലേക്ക് എടുത്തു. അപ്പോഴും വിലാസിനിയമ്മയ്ക്ക് ബോധം വീണിരുന്നില്ല. അമ്മ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഗൗരി അരികിലുണ്ടായിരുന്നു. എൻ്റെ മോൻ എന്ന് വിലാസിനിയമ്മ ഏങ്ങലടിച്ചപ്പോൾ ഗൗരി മകൻ ഗോവിന്ദനെ എടുത്ത് അമ്മയുടെ മടിയിൽ വെച്ചു കൊടുത്തു. എന്നിട്ടും അമ്മയുടെ കരച്ചിൽ നിലച്ചില്ല. ഒടുവിൽ ചിതയിലെ തീ അണഞ്ഞു. അടുത്ത ബന്ധുക്കളും സ്നേഹിതരും ഒഴിച്ചുള്ളവർ പിരിഞ്ഞു. ഒരു രാവ് കൂടി ഇരുണ്ടു വെളുത്തതോടെ അച്ഛനും അമ്മയും മകളും പേരക്കുട്ടിയും മാത്രമായി. ഗോവിന്ദ് സദാ മുത്തച്ഛൻ്റെ മടിയിലായിരുന്നു. ഇനി നമുക്ക് ഇവനേ ഉള്ളൂ, ചന്ദ്രമാഷ് ഭാര്യയോട് പറഞ്ഞു. ഈ മുഖം കണ്ട് സമാധാനിച്ചോടുക. പക്ഷേ വിലാസിനിയമ്മയ്ക്ക് സമാധാനം കിട്ടുന്നില്ല. എനിക്ക് ചന്തുവിൻ്റെ മോൾ അമ്മുവെ ഒന്ന് കാണണമായിരുന്നു, വിലാസിനിയമ്മ ഭർത്താവിനോട് പറഞ്ഞു. ആശുപത്രി വരെ പോയാൽ കല്യാണിയെയും ഒന്ന് കാണാമായിരുന്നു. പാവം, അത് എങ്ങനെ ഇത് സഹിക്കും? വിളവ് വീഴുമ്പോഴത്തെ അവസ്ഥയായിരിക്കും ഭയങ്കരം. ഇപ്പോൾ എങ്ങും പോകണ്ട, ചന്ദ്രമാഷ് അറിയിച്ചു. ആശുപത്രിയിൽ നിന്ന് പോന്നാൽ അവൾ നേരെ ഇവിടെ എത്തും, എനിക്ക് ഉറപ്പുണ്ട്. എന്നാലും നന്ദൻ ഇതുവരെ ഒന്നും വന്നില്ലല്ലോ. കല്യാണിയെ ആ ചെറിയമ്മയുടെ അടുത്താക്കിയിട്ടായാലും കുറച്ച് നേരത്തേക്കൊന്ന് പോരാമായിരുന്നല്ലോ. നമ്മൾക്കിനി ഒരു സമാധാനം തരാൻ ഇനി അയാളല്ലേ ഉള്ളൂ, വിലാസിനിയമ്മ പരിഭവം പറഞ്ഞു. ചന്ദ്രമാഷ് അത് കേട്ടതായി ഭാവിച്ചില്ല. എന്നാൽ അദ്ദേഹം ഗൗരിയോട് അന്വേഷിച്ചു. നന്ദൻ ഇതുവരെയും വന്നില്ലല്ലോ മോളെ. ഗൗരി മറുപടി പറയാതിരുന്നപ്പോൾ മാഷിന് സംശയമായി. ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ മോളെ ഇതിൽ? ഗൗരിയിൽ നിന്ന് ഏങ്ങലുകൾ ഉയർന്നു. എന്തായാലും നീ പറ. ആളുകൾ ചോദിക്കുമ്പോൾ എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ ഞാൻ വിഷമിക്കുകയാണ്. നന്ദേട്ടൻ ഇനി വരില്ല ചാ, ഇങ്ങി പൊട്ടിക്കൊണ്ടാണ് ഗൗരി അറിയിച്ചത്.
ചന്ദ്രമാഷ് സ്തബ്ധനായി. കുറേ സമയത്തിന് ശേഷമാണ് അദ്ദേഹം ചോദിച്ചത്. എന്ന് വെച്ചാൽ വരേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചന്ദ്രമാഷ് മനസ്സിലാകാത്തതുപോലെ മകളെ നോക്കി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇനി ഞാനല്ലേ ഉള്ളൂ, ഗൗരി പറഞ്ഞു. നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെ താമസിക്കും. എൻ്റെ മോനും എൻ്റെ ഒപ്പം ഉണ്ടാവും. അദ്ദേഹം അവിടെയും. കല്ലുവിന് ഇനിയും അദ്ദേഹം അല്ലേ ഉള്ളൂ. എന്തൊക്കെയോ തകർന്നു വീണതായാണ് ചന്ദ്രമാഷിന് തോന്നിയത്. മകൾ പറയുന്നതിന് വാക്കുകൾക്കപ്പുറം എന്തൊക്കെയോ അർത്ഥങ്ങൾ കൂടിയുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞു. താൻ കണ്ടതൊന്നും ആയിരിക്കില്ല നേര്. ചന്തുവിൻ്റേത് അപകടം തന്നെയോ എന്ന് അദ്ദേഹത്തിന് സംശയമായി. നീ ഇവിടെയും നന്ദൻ അവിടെയുമായി കഴിയുന്നത്? മാഷ്ടെ ശബ്ദം വിറച്ചു. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ജീവിക്കാമല്ലോ. എത്രയോ പേർ അങ്ങനെ അകന്നു കഴിയുന്നു. എനിക്ക് ഭർത്താവ് വേണ്ട, അദ്ദേഹത്തിന് ഭാര്യയും. നന്ദന് ഒരു ഭാര്യ വേണമെന്ന് തോന്നിയാലോ? ഒരു വിരോധവുമില്ല എനിക്ക്. സർവ്വ അവകാശങ്ങളും ഞാൻ ഒഴിഞ്ഞു കൊടുക്കാം. മോളെ, ചന്ദ്രമാഷ് നിലവിളിച്ചു. താൻ വളർത്തിയ തൻ്റെ പൊന്നുമോളെ തനിക്ക് തീരെയും മനസ്സിലാകാത്തതുപോലെ. പക്ഷെ അവളോട് ഇനിയും ഒന്നും ചോദിക്കാൻ പാടില്ലെന്ന മുഖത്തെ സങ്കടം വ്യക്തമാക്കി. ഒരുപക്ഷെ അവളുടെ ഭാഗമായിരിക്കാം ശരി. ഒരാഴ്ച കഴിഞ്ഞ് മാഷ് ഗൗരിയോട് തിരക്കി. ഞാനിന്ന് നന്ദനെയും കല്യാണിയെയും പോയി കണ്ടോട്ടെ മോളെ. അതേപ്പറ്റി ഞാൻ ഒന്നും പറയില്ല. ഗൗരി ഒഴിഞ്ഞു മാറി. എങ്കിലും ഉടനെ ഒരു യാത്ര വേണ്ട എന്ന് മാഷ് തീരുമാനിച്ചു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും ദുരന്തവുമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടും ആര് വിലക്കിയതിൻ്റെ പേരിലായാലും ഇതുവരെ ഒന്ന് വരാൻ നന്ദന് തോന്നിയില്ലല്ലോ. ആ ഒരു പരിഭവം ചന്ദ്രമാഷിനുണ്ടായിരുന്നു. ഇടയ്ക്കിടെ മാഷിൻ്റെ സഹപ്രവർത്തകർ സാന്ത്വനവുമായി എത്തും. രാത്രികളിൽ പതിവുള്ള അക്ഷശ്ലോക സദസ്സ് എല്ലാവരും ഉപേക്ഷിച്ചിരുന്നു. ഒടുവിൽ ഒരു ദിവസം ചന്ദ്രമാഷ് തന്നെ തിരക്കി. എത്ര നാളായി 2 ശ്ലോകം ചൊല്ലിയിട്ട്? നമുക്കതങ്ങ് തുടങ്ങിയാലോ? ഈ സമയത്തോ? ഷാരടി മാഷിന് അമ്പരപ്പ്. സമയത്തിന് എന്താ കുറ്റം? ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. 2 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. ഉറക്കം മാത്രമേയുള്ളൂ കമ്മി. അപ്പോൾ പിന്നെ ഇതും ആവാം. ജോലിയുണ്ടായിരുന്നു വെച്ചാൽ പകലൊക്കെ കുട്ടികളുടെ മുന്നിൽ പോയി നിൽക്കാമായിരുന്നു. ഇതിപ്പോൾ പകലും രാവും ഉറക്കം പോലുമില്ലാതെ ഭ്രാന്ത് പിടിക്കുമോ എന്നാ ശങ്ക. എങ്കിൽ നമുക്ക് വരുന്ന ഞായറാഴ്ച കൂടാം, രഘുനാഥൻ മാഷു പറഞ്ഞു. ഞായറാഴ്ച ടി വിയിലെ സിനിമയും അത്താഴവും കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടി. ചന്ദ്രമാഷ് ശ്ലോകങ്ങൾ ചൊല്ലി. വിലാസിനിയമ്മയും ഗൗരിയും അടുത്തു വന്നിരുന്നതേയുള്ളൂ. ഇടയ്ക്കിടെ വിലാസിനിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഒരു ദിവസം അക്ഷശ്ലോക സദസ്സ് കഴിഞ്ഞ് പിരിയാൻ നേരം രഘുനാഥൻ മാഷ് പറഞ്ഞു, ചന്തുവിൻ്റേത് അപകടമായിരുന്നില്ലെന്ന എല്ലാവരും പറയണത്. ഇന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടു. എൻ്റെ ഒരു ബന്ധു കൂടിയാ. ചന്തു ലോറിയുടെ നേർക്ക് അറിഞ്ഞുകൊണ്ട് ബൈക്ക് ഓടിച്ച് കയറ്റിയതാണത്രേ. ദൃക്സാക്ഷികളും പോലീസിൻ്റെ മഹസറും എല്ലാം അത് ഉറപ്പാക്കുന്നു പോലും. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നോ? ചന്ദ്രമാഷ് കണ്ണുമിഴിച്ച് രഘുനാഥൻ മാഷെ നോക്കി. ആ, എന്ന് വേണം കരുതാൻ. അതിൻ്റെ കാരണം? ചന്ദ്രമാഷിൻ്റെ ശബ്ദം വിറച്ചു. ആർക്കാ അറിയാ എന്ന മട്ടിൽ രഘുനാഥൻ മാഷ് കൈമലർത്തി കാണിച്ചു. ചന്ദ്രമാഷ് തിരിഞ്ഞ് ഗൗരിയെ നോക്കി. മുഖം കുലച്ചു നിന്നിരുന്ന ഗൗരി പെട്ടെന്ന് തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. ചന്തുവിൻ്റെ കോളേജിൽ നിന്ന് അധ്യാപകരുടെ ഒരു സംഘം ഒരു നാൾ ചന്ദ്രൻ്റെയും കുടുംബത്തെയും കാണാനെത്തി. മരണദിവസം സാന്ത്വനവുമായി എത്തിയവരായിരുന്നു അവരിലേറെ പേരും. ചന്തുവിൻ്റേത് ആത്മഹത്യയായിരുന്നുവെന്ന സൂചന അവരുടെ വാക്കുകളിലും ഉണ്ടായിരുന്നു. നോക്കൂ, നിങ്ങളിൽ ചിലർക്കെങ്കിലും അവനെ അടുത്തറിയാമായിരുന്നുവല്ലോ. എന്തിനായിരുന്നു എൻ്റെ മോൻ അങ്ങനെ ചെയ്തതെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ചന്ദ്രമാഷ് ചോദിച്ചു. കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ചെറുപ്പക്കാരനായ ഒരു അധ്യാപകനിൽ നിന്നാണ് മറുപടി ഉണ്ടായത്. വ്യക്തമായൊന്നും അവൻ പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ്റെ ദാമ്പത്യം പരാജയമായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെ? കല്യാണത്തിന് മുമ്പുള്ള സ്മാർട്ടായ ചന്തു ആയിരുന്നില്ല പിന്നീട്. പക്ഷേ സാധുവായിരുന്നു അവൻ്റെ ഭാര്യ. ഒന്നുമൊന്നും അറിയാത്തൊരു കുട്ടി. അക്കാര്യം അവനും അറിയാമായിരുന്നല്ലോ. എന്നിട്ടും അവൻ... മാഷ് കണ്ണു തുടച്ചു. നിസാര കാര്യം മതിയായിരുന്നു അവന് പിണങ്ങാനും ബഹളം വയ്ക്കാനും. ഏങ്ങലടിക്കുന്നതിനിടയിൽ വിലാസിനിയമ്മ അറിയിച്ചു. നിങ്ങൾ നന്ദൻ്റെ വീട്ടിൽ പോയിരുന്നോ? ചന്ദ്രമാഷ് ചന്തുവിൻ്റെ സഹാധ്യാപകരോട് തിരക്കി. കല്യാണിയെ കണ്ടുവോ? ആ കുട്ടിയുടെ അവസ്ഥ എങ്ങനെയാ? ഒരു മനോരോഗ ചികിത്സാലയത്തിലെ ആ കുട്ടി. പ്രിൻസിപ്പളാണ് അറിയിച്ചത്. ഇവരിൽ ചിലരൊക്കെ അവിടെ ചെന്നിരുന്നെങ്കിലും ചികിത്സ പൂർത്തിയായിട്ടില്ലാത്തതിനാൽ കാണാൻ തരപ്പെട്ടില്ല. അധ്യാപകരുടെ സംഘം പിരിഞ്ഞപ്പോൾ വിലാസിനിയമ്മ ഭർത്താവിനോട് തിരക്കി. കല്യാണിയെ ഒന്നുപോയി കാണേണ്ട കടമയില്ലേ നമുക്ക്? മരിച്ചുപോയെങ്കിലും അവളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളല്ലേ നമ്മൾ? ചന്ദ്രമാഷ് ഭാര്യയോട് ചോദിച്ചു. അവളെ സംബന്ധിച്ച വിവരങ്ങൾ നമ്മളെ ഒന്ന് അറിയിക്കേണ്ട ചുമതലയില്ലേ അവളുടെ ഏട്ടന്? വിലാസിനിയമ്മയ്ക്ക് ഉത്തരം മുട്ടി. 2 മാസം കഴിഞ്ഞു. എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന ചിന്തയുണ്ടായി ഗൗരിക്ക്. മകനെ വളർത്തണം, പഠിപ്പിക്കണം, ജീവിക്കാൻ സ്വന്തമായി ഒരു വരുമാനം വേണം. അപ്പോഴാണ് ചന്ദ്രമാഷ് ജോലി ചെയ്ത് പിരിഞ്ഞ സ്കൂളിൽ ഒരു ഒഴിവുണ്ടായത്. ചെറിയൊരു തുക കൊടുത്താൽ കയറിപ്പറ്റാം.
B.Ed ഇല്ലെങ്കിലും പിന്നീട് എഴുതിയെടുത്താൽ മതി. നന്ദനോടൊരു വാക്ക് ചോദിക്കണ്ടേ? ചന്ദ്രമാഷ് മകളെ നോക്കി. വേണ്ട, ഉറച്ച മറുപടി. മാഷ് നിർബന്ധം പിടിച്ചില്ല. ഗോവിന്ദനെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഏൽപ്പിച്ച് ഗൗരി സ്കൂളിൽ പോയി തുടങ്ങി. 1 മാസം കൂടി കഴിഞ്ഞിട്ടാണ് കല്യാണി ചികിത്സാലയത്തിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയത്. ഭർത്താവിൻ്റെ മരണം അവൾക്ക് ബോധ്യം വന്നിരുന്നു. സങ്കടമുണ്ടെങ്കിലും അത് അടക്കാനും പഠിച്ചു കഴിഞ്ഞു. അമ്മുവിനെ കയ്യിൽ നിന്ന് താഴെ വെക്കില്ല. സുബോധത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ തൊട്ട് ജീവിക്കാനുള്ളൊരു പിടിവള്ളിയായി തീർന്നിരുന്നു മകൾ. ഏട്ടത്തിയമ്മയെയും ഗോവിന്ദനെയും കുറിച്ച് ഇടയ്ക്കിടെ ചോദിക്കുമായിരുന്നു കല്യാണി. വീട്ടിൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നന്ദൻ സമാധാനിപ്പിച്ചിരുന്നു. എന്നാൽ കാറിൽ നിന്ന് വീട്ടിലെ മുറ്റത്തിറങ്ങി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് അവൾ വീണ്ടും അന്വേഷിച്ചപ്പോൾ നന്ദൻ പതറി. എങ്കിലും പറയാതെ തരമില്ലല്ലോ. എന്നായാലും അവൾ അറിയേണ്ടതല്ലേ? ഏട്ടത്തിയമ്മയെ കാണാനില്ലല്ലോ. കല്യാണി നന്ദനെ നോക്കി. അവൾ പോയി, നന്ദഗോപൻ പറഞ്ഞു. പിന്നെ തിടുക്കത്തിലകത്തേക്ക് നടന്നു. ഒരു പേക്കിനാവിൽ നിന്ന് ഉണർന്നവളെ പോലെ കല്യാണി കണ്ണും മിഴിച്ച് മുറ്റത്ത് നിന്നു. അവളുടെ മുഖവും കണ്ണുകളും കണ്ടപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലായോ എന്ന പേടിയായി ചെറിയമ്മയ്ക്ക്. മോളെ, ചെറിയമ്മ അവളെ പിടിച്ചു കുലുക്കി. പെട്ടെന്ന് സമചിത്തത കൈവന്നതുപോലെ അവൾ തിരിഞ്ഞ് ചെറിയമ്മയെ നോക്കി. ഏട്ടത്തിയമ്മ എവിടെ പോയി എന്നാ പറഞ്ഞത്? അവളുടെ വീട്ടിലേക്ക്. എന്തിനാ അവിടെ പോയി താമസിക്കുന്നത്? ഇവിടെ താമസിച്ചൂടെ? ഇതല്ലേ ഏട്ടത്തിയമ്മയുടെ വീട്? നമ്മൾ ആരും ഇവിടെ ഇല്ലാത്തപ്പോൾ അവളും കുട്ടിയും തനിച്ച് എങ്ങനെയാ ഈ വീട്ടിൽ താമസിക്കുന്നത്? അതുകൊണ്ട് നന്ദൻ അവളെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താക്കി. തൽക്കാലം കല്യാണിയെ നടന്നതൊന്നും അറിയിക്കണ്ട എന്ന് കരുതി ചെറിയമ്മ ഒരു നുണ പറഞ്ഞു. കല്യാണി ധൃതിയിൽ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോൾ ചെറിയമ്മ അമ്മൂനായി കൈ നീട്ടി. വേണ്ട, ഞാൻ അവൾക്ക് പാല് കൊടുത്തോളാം, കല്യാണി പറഞ്ഞു. തൊട്ടതിനൊന്നും ചെറിയമ്മ കഷ്ടപ്പെടണ്ട. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി അല്പം കിടന്നോളൂ, ഞാൻ ചായ ഇട്ട് തരാം. കല്യാണിയുടെ വർത്തമാനം ചെറിയമ്മയെ അത്ഭുതപ്പെടുത്തി. അല്ലെങ്കിൽ അസുഖം ഭേദമായതോടെ അവളിൽ നല്ല മാറ്റം കാണാനുണ്ടായിരുന്നു. വർത്തമാനത്തിൽ പുതിയൊരു വകതിരിവും പക്വതയും. വേണ്ട മോളെ, ചെറിയമ്മ പറഞ്ഞു. നീ മോൾക്ക് മുല കൊടുത്തോളൂ, ഞാൻ ചായ ഇടാം. മുല കൊടുക്കുന്നതൊക്കെ നിർത്തി. കല്യാണി പറഞ്ഞു. ഫീഡിംഗ് ബോട്ടിലിൽ കാച്ചിയാർച്ച പാലുണ്ട്, അത് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെറിയമ്മ കല്യാണിയെ സാഗൂതം നോക്കി. എൻ്റെ ഗതി എൻ്റെ മോൾക്കും വരണ്ട, കല്യാണി തുടർന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ശാഠ്യം പിടിച്ചതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ എല്ലാം നഷ്ടമായത്? ഇനി എനിക്ക് ഇതേയുള്ളൂ, ചാകാതിരിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാ. ചെറിയമ്മയ്ക്ക് സന്തോഷം തോന്നി. ഒരു ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയാലും അവൾക്ക് മനുഷ്യപ്രകൃതി ലഭിച്ചുവല്ലോ. ഒരു സാധാരണ സ്ത്രീയെപ്പോലെ അവൾ സംസാരിക്കുന്നത് കണ്ടിട്ട് മരിച്ചാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയമ്മയ്ക്ക്. അമ്മുവിന് പാല് കൊടുത്ത് ഉറക്കിയിട്ട് കല്യാണി മുകളിലെ മുറിയിലേക്ക് നടന്നു. നന്ദൻ്റെ അറയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ അവൾ കതകിൽ മെല്ലെ തട്ടി. നന്ദൻ വിസ്മയത്തിൽ തിരിഞ്ഞു നോക്കി. ഏട്ടാ, കല്യാണി വിളിച്ചു. നന്ദന് പിന്നെയും വിസ്മയം. ജീവിതത്തിൽ ആദ്യമായിരുന്നു തൻ്റെ അനുജത്തി തന്നെ ഏട്ടാ എന്ന് വിളിക്കുന്നത്. പുതിയ ഉപചാരങ്ങൾ ഡോക്ടർ പറഞ്ഞു പഠിപ്പിച്ചതാവണം. വർഷങ്ങൾ കൊണ്ട് തനിക്കും ചെറിയമ്മയ്ക്കും കഴിയാഞ്ഞത് കേവലം മാസങ്ങൾ കൊണ്ട് അന്വേഷിക്കും സാധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഈ വീടിന് വെളിയിലെ ലോകം അവൾ ആദ്യം കാണുകയായിരുന്നിരിക്കാം. മനുഷ്യൻ മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നല്ലോ. നന്ദനും ചെറിയമ്മയും വീട്ടിലെ പരിചാരകരും മാത്രമായിരുന്നു അവളുടെ ലോകം. പിന്നീട് ഒരാൾ കൂടി വന്നു, ഗൗരി. ഗൗരിയുടെ മുന്നിൽ പെരുമാറ്റച്ചട്ടങ്ങളൊന്നും പാലിക്കേണ്ട ആവശ്യം കല്യാണിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭർത്താവായി ചന്തു എത്തിയപ്പോൾ അവൾ പതറി. ഒരു ഭാര്യയാവാൻ ഒരുപാട് പരിശീലനം വേണ്ടിയിരുന്നല്ലോ. ചന്തുവിനെയും കുറ്റപ്പെടുത്താനാവില്ല. സ്നേഹസമ്പന്നനായിരുന്നെങ്കിലും അവനൊരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നല്ലോ. ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യത്തെക്കുറിച്ചും സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നവൻ. ഏട്ടൻ എന്താ ആലോചിക്കണേ? കല്യാണിയുടെ ചോദ്യം നന്ദനെ ഉണർത്തി. അവൻ അനുജത്തിയെ പുഞ്ചിരിയോടെ നോക്കി. ഞാൻ ഏട്ടാ എന്ന് വിളിച്ചത് ഏട്ടന് അതിശയമായി അല്ലേ? കല്യാണി ചോദിച്ചു. ഇനി ഞാൻ അങ്ങനെയേ വിളിക്കൂ. ഡോക്ടറുടെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അനുജത്തി വരുമ്പോൾ ഡോക്ടറും അനുജത്തിയും തമ്മിൽ എന്ത് കളിയും തമാശകളുമായിരുന്നു. എനിക്ക് അസൂയ തോന്നി. ഞാൻ എന്നും ഏട്ടനോട് വഴക്കിട്ടിട്ടല്ലേ ഉള്ളൂ. പക്ഷെ കുറ്റം ഏട്ടൻ്റേത് തന്നെയാ. അവൾ ചിരിച്ചു. സുഖമില്ലാന്നും പറഞ്ഞ് എന്നെ പുറത്ത് ഒരിടത്തും അയക്കുമായിരുന്നില്ലല്ലോ. മറ്റുള്ളവർ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേയില്ല. വീട്ടിന് പുറത്തുള്ളവരെ കാണുന്നതേ എനിക്ക് അമ്പരപ്പായിരുന്നു. അതിൻ്റെ പേരിൽ മാത്രം ചന്തുവേട്ടൻ എത്ര തവണ എൻ്റെ അടുത്ത് വഴക്കിടേണ്ടി വന്നു. പാവം ചന്തുവേട്ടൻ. ഒന്നും ചന്തുവേട്ടൻ്റെ കുറ്റമായിരുന്നില്ലെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കല്യാണിയുടെ കണ്ട വിടറി. സ്കൂളിൻ്റെ പടി കടന്നിട്ടില്ലാത്ത അനുജത്തിയുടെ മുന്നിൽ IAS-കാരനായി ഏട്ടൻ്റെ മുഖം കുരിഞ്ഞു. നന്ദൻ്റെ അരികിലെത്തി കല്യാണി ആ കവിൾ തലോടി. സാരമില്ലാന്നേ, മോള് താഴെ ചെന്ന് ചെറിയമ്മയെ സഹായിച്ചു കൊടുക്ക്. ഈയിടെയായി ചെറിയമ്മ നന്നേ പരവശയായിരിക്കുന്നു. ആശുപത്രിവാസവും എല്ലാം കൂടി ആയപ്പോൾ ആൾ വല്ലാണ്ടായി. ക്ഷീണം ഉണ്ടായാലും ചെറിയമ്മ അത് ഭാവിക്കില്ല.
നമ്മൾ വേണ്ടേ അതറിയാൻ? ചെറിയമ്മയ്ക്ക് നമ്മളല്ലാതെ ആരുണ്ട്? പുറത്തെ കാര്യങ്ങൾക്ക് പരിചാരകരുണ്ടെങ്കിലും അടുക്കളയ്ക്കുള്ളിലേക്ക് ചെറിയമ്മ അന്യരെ കടത്തില്ല. ഗൗരി ശരിക്കും ചെറിയമ്മയുടെ ഒരു പിന്തുടർച്ചക്കാരിയായിരുന്നു. അതുകൊണ്ട് ഗൗരി ഉണ്ടായിരുന്നപ്പോൾ ചെറിയമ്മയ്ക്ക് സമാധാനമായി വിശ്രമിക്കാനും കഴിഞ്ഞിരുന്നു. ചെറിയമ്മയെക്കുറിച്ച് അത്ര പ്രയാസമുണ്ടെങ്കിൽ വേഗം പോയി ഏട്ടത്തിയമ്മയെ വിളിച്ചുകൊണ്ട് വന്നോളൂ, കല്യാണി അറിയിച്ചു. ഏട്ടത്തിയമ്മ പറഞ്ഞാലേ ചെറിയമ്മ ഒരിടത്ത് സമാധാനമായി ഇരിക്കൂ. സ്വന്തം അടുക്കളയെ ഏൽപ്പിച്ചു കൊടുക്കാനും ചെറിയമ്മയ്ക്കും ആകെ വിശ്വാസമുള്ളത് ഏട്ടത്തിയമ്മയാണ്. ബാക്കിയുള്ളവരെങ്ങാനും അടുക്കളയിൽ കടന്നാൽ പിന്നീന്ന് മാറാതെ ഉണ്ടാവും ചെറിയമ്മ. നന്ദഗോപൻ മറുപടി ഒന്നും പറയാതെ മുഖം കുനിച്ച് നിൽക്കുകയാണ്. ചെല്ലേട്ട, കല്യാണി ധൃതി കൂട്ടി. ഏട്ടത്തിയമ്മയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മതി വിശ്രമമൊക്കെ. ഞാൻ എൻ്റെ ഗോവിന്ദനെ കണ്ടിട്ട് എത്ര നാളായി. ഇല്ലെങ്കിൽ ഞാനും കൂടി വരാം. അവിടുത്തെ അച്ഛനെയും അമ്മയെയും കാണണം എനിക്ക്. എന്നെ കാണുന്നത് അവർക്കും ഒരാശ്വാസമായിരിക്കും. നന്ദൻ മെല്ലെ മുഖമുയർത്തി. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. സാരയില്ലേട്ടാ. സാരി തുമ്പാൽ കല്യാണി നന്ദൻ്റെ കണ്ണ് തുടച്ചു കൊടുത്തു. ദൈവം ഇങ്ങനെയൊക്കെയാ നിശ്ചയിച്ചിരിക്കുന്നത്. സഹിച്ചല്ലേ പറ്റൂ. ഞാൻ സഹിക്കണില്ലേ? സത്യത്തിൽ നഷ്ടമുണ്ടായത് മുഴുവൻ എനിക്കല്ലേ പോയത്. അവളുടെ തൊണ്ടയിടറി. നന്ദന് വീണ്ടും വിസ്മയമായിരുന്നു. എത്ര പരിപാകമായിരിക്കുന്നു അവളുടെ മനസ്സും വാക്കുകളും, അതും ഇത്ര വേഗം. നോവൽ നാളെ തുടരും.